നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാ വർഷവും നടത്തിവരാറുള്ള തൃപ്പയാർ ജലോത്സവം സെപ്റ്റംബർ 5 തിരുവോണ നാളിൽ നടക്കും. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനു മുൻവശം കനോലി കനാലിലാണ് ജലോത്സവം അരങ്ങേറുക. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ വായമൂടി കെട്ടി പ്രതിഷേധ പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി. കോവിഡിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠന സഹായം നൽകി. കനത്ത മഴ മൂലം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തൃശൂർ പീച്ചി ഡാം തുറന്നു. വാർത്തകൾ വിശദമായി. എല്ലാ വർഷവും നടത്തിവരാറുള്ള തൃപ്പയാർ ജലോത്സവം സെപ്റ്റംബർ 5 തിരുവോണ നാളിൽ നടക്കും. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനു മുൻവശം കനോലി കനാലിലാണ് ജലോത്സവം അരങ്ങേറുക. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശം കനോലി കനാലാണ് ജലോത്സവം അരങ്ങേറുക. ജലോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നാട്യ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബ സുരേഷ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, CS മണികണ്ഠൻ, സിജോ പുലിക്കോട്ടിൽ, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ വായമൂടി കെട്ടി പ്രതിഷേധ പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി. കേരളം മതഭീകരവാദികളുടെ പിടിയിൽ അമരുമ്പോഴും ഭീകരവാദികൾ ഹിറ്റ് ലിസ്റ്റ് പുറത്തിറക്കിയിട്ടും ഭീകരർക്കെതിരെ ഉരിയാടാത്ത ഇടത് വലത് മുന്നണികളുടെ പ്രീണന നയത്തിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. BJP നാട്യ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തൃപ്പയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. രശ്മി ഷിജോ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നിഷ പ്രവീൺ നന്ദി പറഞ്ഞു. സിറ്റി ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ, മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, ലാൽ ഊണുങ്ങൽ, KR മോഹനൻ, NS ഉണ്ണിമോൻ, ഗോകുൽ കരിപ്പിള്ളി, AK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇസ്ലാമിക തീവ്രവാദികൾ നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അതിൻ്റെ പ്രയത്നവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം, ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന പത്ര റിപ്പോർട്ടുകളും അതിൻ്റെ സത്യാവസ്ഥയുമെല്ലാം നാട്ടിലെ ജനങ്ങൾ നിഷ്പക്ഷമതികൾ അത് വിലയിരുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്. കോവിഡിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠന സഹായം നൽകി. കോവിഡിൽ മാതാപിതാക്കളെയോ അവരിൽ ഒരാളെയോ നഷ്ടപ്പെട്ട തൃശൂർ ജില്ലയിലെ കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠന സഹായം വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ IASന്റെ പ്രേരണയിൽ ആരംഭിച്ച ടുഗദർ ഫോർ തൃശൂർ പദ്ധതിയിൽ ഇത് 3ാം തവണയാണ് കുട്ടികൾക്ക് പഠന സഹായം നൽകുന്നത്. മണപ്പുറം ഗ്രൂപ്പ് കമ്പനീസിന്റെ സാമൂഹ്യ പ്രതിബദ്ധത വിഭാഗമായ മണപ്പുറം ഫൗണ്ടേഷനാണ് പ്രയോജകർ. വലപ്പാട് സരോജിനി പത്മനാഭൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ 97 കുട്ടികൾക്ക് സഹായം കൈപ്പറ്റി. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് VR കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുമിത നന്ദൻ ആശംസകൾ നേർന്നു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് CSR വിഭാഗം മേധാവി ശില്പ തെരേസ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. നഷ്ടങ്ങൾക്കിടയിലും പ്രതീക്ഷയുടെ വെളിച്ചം പ്രസരിപ്പിക്കാൻ കഴിയുമെന്നതിന് തെളിവാണ് മണപ്പുറം ഫൗണ്ടേഷന്റെ ടുഗദർ ഫോർ തൃശൂർ പദ്ധതിയെന്നും രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് തുടർച്ചയായി 3ാം വർഷവും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകിയ നടപടി അഭിനന്ദനീയമാണെന്നും ആന്ധ്രാപ്രദേശ് പഞ്ചായത്ത് രാജ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കമ്മീഷണറായ VR കൃഷ്ണതേജ IAS പറഞ്ഞു. അവർ നമുക്ക് 1 മാസം മുൻപ് തന്നെ പറയുന്നു, ഈ വർഷം സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള സമയമായാണ്. സർ, ഓൺ ബിഹാഫ് ഓഫ് ദ എൻറ്റയർ ചിൽഡ്രൻ ഐ വാണ്ട് ടു താങ്ക് യു. ഇറ്റ് മീൻസ് എ ലോട്ട്. വളരെ സന്തോഷം തോന്നിയ ഒരു വിഷയമാണ്. നമ്മൾ തുടങ്ങിയത് 100 കുട്ടികളുടെ സപ്പോർട്ടാണ്. പക്ഷേ ഈ വർഷം അത് 97 ആയി. കാരണം ബാക്കി 3 കുട്ടികളും
സെറ്റിലായിട്ടുള്ള കാരണത്തിൽ അവർക്ക് ആ പണം ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞതിനാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. 100 എണ്ണത്തിൽ 3 കുട്ടികൾ സെറ്റിലായിട്ടുള്ള വിഷയം കേട്ടിട്ട്. ചെറുപ്രായത്തിൽ ആശ്രയം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് നൽകാവുന്ന ഏറ്റവും മഹത്തരമായ സമ്മാനമാണ് വിദ്യാഭ്യാസം. മണപ്പുറം ഫൗണ്ടേഷൻ നൽകുന്നത് സാമ്പത്തിക സഹായമല്ല, മറിച്ച് 97 കുട്ടികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള നിക്ഷേപമാണെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ ട്രസ്റ്റി പി നന്ദകുമാർ പറഞ്ഞു. ആ സഹായം സാമ്പത്തികമായിട്ട് മാത്രം കാണരുത്, അദ്ദേഹത്തിന് ഒരു റോൾ മോഡലായിട്ട് കണ്ടുകൊണ്ട് അതുപോലെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കൂടെ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ച വ്യക്തിത്വമാണ് ശ്രീ കൃഷ്ണതേജ IAS. കനത്ത മഴ മൂലം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തൃശൂർ പീച്ചി ഡാം തുറന്നു. ഇന്നുച്ചയ്ക്ക് 2 മണിക്കാണ് ഡാമിന്റെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം തുറന്നത്. ഡാം തുറന്നതിനെ തുടർന്ന് വെള്ളം ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്ത് മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാം തുറക്കുന്നതറിഞ്ഞ് നിരവധി സഞ്ചാരികളാണ് പീച്ചി ഡാമിലെത്തിയത്. വലപ്പാട് കുരിശുപള്ളിയിലെ തകർന്ന ദേശീയപാതയിലൂടെ ജീവൻ മരണ സാഹസിക യാത്ര ചെയ്യുന്നവർക്ക് മെഡൽ സമ്മാനിച്ച് കോൺഗ്രസ് സമരം നടത്തി. വാഹനയാത്രക്കാരുടെ അവകാശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ അധികൃതർക്കെതിരെയുള്ള പ്രതീകാത്മക സമരം ജനശ്രദ്ധ പിടിച്ചുപറ്റി. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം, അജ്മൽ ഷരീഫ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MA സലീം, ഷിബു നെടിയിരുപ്പിൽ, മഞ്ജുള ബാബു, മേജി തോമസ്, നൌഷാദ് ഇബ്രാഹിം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നിനും കൊള്ളാത്ത ഒരു ഭരണസമിതിയായി പഞ്ചായത്തിന്റെ ഭരണസമിതിയും പഞ്ചായത്തിന്റെ പ്രസിഡന്റും മാറുകയാണ്. ഇത്രയേറെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രളയ ദുരിതം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, മഴ പെയ്ത് റോഡുകളൊക്കെ തോടുകളും കുളങ്ങളുമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും കണ്ണും പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ അമിത വേഗതയിൽ വന്ന കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. വില്ലെടുത്തു താമസിക്കുന്ന ചേമ്പത്ത് വീട്ടിൽ വേലായുധന്റെ മകൻ 57 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് സംഭവം. അശോകനെ സുഹൃത്തുക്കൾ ചേർന്ന് അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംസ്കാര കർമ്മം നാളെ നടക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ചന്ത കർഷക സഭ 2025 വലപ്പാട് ചന്തപ്പടിയിൽ തുടക്കമായി. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കൃഷിഭവന്റെ സേവനങ്ങളെക്കുറിച്ചും കർഷകർക്കായുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി കർഷക സഭയും ജൈവ കർഷകരുടെ അനുഭവം പങ്കുവച്ചുകൊണ്ടുള്ള ജൈവ കർഷക സംഗമവും നടന്നു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന ഞാറ്റുവേല ചന്തയിൽ കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശന വണ്ടിയും പൊതുജനങ്ങൾക്കായി സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും ഉണ്ടായിരിക്കും. കൂടാതെ കാർഷിക ക്ലിനിക്, സെമിനാറുകൾ, ക്ഷീര കർഷക സംഗമം, കാർഷികേതര സ്റ്റാളുകൾ, കുടുംബശ്രീ സ്റ്റാളുകൾ, കലാപരിപാടികൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികൾ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ദേവൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA തപതി, ജ്യോതി രവീന്ദ്രൻ, സുധീർ പട്ടാലി, വാർഡ് മെമ്പർമാരായ KA വിജയൻ, രശ്മി ഷിജോ, സിജി സുരേഷ്, EP അജയഘോഷ്, BK മണിലാൽ, അനിതാബായ്, ത്രിദീപ് കുമാർ, V അജ്മൽ ഷരീഫ്, മണി ഉണ്ണികൃഷ്ണൻ, അശ്വതി മേനോൻ, KK പ്രഹർഷൻ, MA ഷിഹാബ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു, വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ, കൃഷി ഓഫീസർ രശ്മി മോഹൻ, വലപ്പാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പുമായി സംയോജിച്ചുകൊണ്ട് ഇന്ന് ഞാറ്റുവേല ചന്ത ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതി, കാർഷിക സംസ്കാരത്തിൻ്റെ നമ്മുടെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർഷകർ പങ്കാളികളായാൽ തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. സംസ്ഥാന കൃഷി വകുപ്പ് ഒരുപാട് പദ്ധതികൾ രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു പ്രത്യേക കാൽവെപ്പും അതുപോലെ തന്നെ അതിൻ്റെ മേഖലയിൽ ഒരു പ്രത്യേക രീതികൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ
ഒരിക്കൽ കൂടി. എല്ലാ വർഷവും നടത്തിവരാറുള്ള തൃപ്പയാർ ജലോത്സവം സെപ്റ്റംബർ 5 തിരുവോണ നാളിൽ നടക്കും. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനു മുൻവശം കനോലി കനാലിലാണ് ജലോത്സവം അരങ്ങേറുന്നത്. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ വായമൂടി കെട്ടി പ്രതിഷേധ പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടന്നു. കോവിഡിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠന സഹായം നൽകി. കനത്ത മഴ മൂലം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തൃശൂർ പീച്ചി ഡാം തുറന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.